പാലക്കാട് ഉള്ള ആനശല്യം അതുപോലെ തന്നെയാണ് ഇടുക്കി പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ആനശല്യമുണ്ട്. പടയപ്പ എന്ന് പറയുന്ന ആന വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആനയാണ്. ഈ PT7 പിടികൂടുവാനുള്ള ഒരു ശ്രമം, അതിനെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ വനപാലകരെയും സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം എന്നാണ് അറിയപ്പെടുന്നത്. ആളത്ര നിസ്സാരക്കാരനല്ല, ഭീകരനാണ്. പല രീതിയിലുള്ള ആക്രമണങ്ങളും ഈ ആനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് അവരുടെ ആശങ്ക അതൊരു വലുതാണ് അല്ലേ? പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മലമ്പുഴ ജനപ്രതിനിധി അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്ക് അടക്കം പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. കൃത്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ PT7 പിടിക്കാനാണ് ആദ്യം ദൗത്യസംഘം എത്തിയതെങ്കിലും PM2 അവിടെ വയനാട്ടിൽ ഭീതി വെച്ചോടെ സംഘം അങ്ങോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം ആ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. കൂട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ അതിലൊരു നടപടി, ഒരു ശുഭവാർത്ത അതിൽ കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പാലക്കാട് നിന്ന് പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ഈ ആനയുടെ മൂവ്മെന്റ്, ആനയുടെ നീക്കങ്ങൾ കൃത്യമായി വിലയിരുത്തി ആ സാധ്യതകൾ എല്ലാം അനുകൂലമായാൽ മാത്രമാണ് ഉദ്യോഗസ്ഥർക്കും ഇടപെടാൻ സാധിക്കൂ. ഇന്ന് എങ്ങനെയാണൊരു പ്രതീക്ഷ? ഇന്ന് തന്നെ പിടികൂടാനാകും എന്നാണോ വനപാലകരുടെ ഉദ്യോഗസ്ഥരുടെയൊക്കെ അഭിപ്രായം? അഭിലാഷ്, രഞ്ജിനി, ഇനി ഇവിടെ കൂട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ 2-3 ദിവസം കൂടി കഴിയും ആനയെ പിടിക്കാൻ എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് വെറ്റിനറി സർജനായിരുന്ന അരുൺ സക്രിയയ്ക്ക് വയനാട്ടിൽ ആനയെ പിടിക്കുന്നതിനിടെ പരിക്കേൽക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന് കുറച്ച് ദിവസം കൂടി വിശ്രമം ആവശ്യമാണ്. എന്നാൽ കൂടുതൽ ദിവസം വിശ്രമം വേണ്ടി വന്നാൽ ഒരുപക്ഷെ മറ്റ് ആരെങ്കിലും ഇതിനായി ചുമതലപ്പെടുത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കിയിരിക്കണം. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം കൂടിന്റെ നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിൽ എത്രയും വേഗം ആനയെ പിടിക്കുക എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും ഈ പ്രദേശങ്ങളിൽ ധോണി മേഖലയിലെല്ലാം തന്നെ PT7 ഇറങ്ങിയിരുന്നു. PT7 മാത്രമല്ല, PT7നോടൊപ്പം തന്നെ മറ്റ് 2 കാട്ടാനകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രതിസന്ധി. അവിടെ കൊയ്യുന്ന അതിന്റെ സമയമാണ്. ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ വിളവെടുപ്പിന്റെ ഒരു കാലമാണ്. അതുകൊണ്ട് നെൽകർഷകരാണ് ഇപ്പോൾ ഏറ്റവും തീ തിന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയുള്ളത്. ഇന്നലെയെല്ലാം ഇന്നലെ രാവിലെ ആ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. അവിടെ നെൽകൃഷി വലിയ തോതിൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൂട് നിർമ്മാണം പൂർത്തിയായി എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ആളുകൾ പറയുന്നത് ഇനി എത്രയും വേഗം PT7 പിടികൂടുക എന്നുള്ളതാണ്. PT7 പിടികൂടിയാൽ PT7 ആണ് ഈ മറ്റ് കാട്ടാനകളെയും നയിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് വനം വകുപ്പും പറയുന്നത്. PT7 എത്രയും വേഗം പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. പ്രസാദ് വാർത്തയുടെ വിശദാംശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസാദ് നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് നിരവധിയായ വാർത്തകൾ ഉണ്ടായെങ്കിലും ജനങ്ങളെ ഇത്രമേൽ നേരിട്ട് ബാധിക്കുന്ന, അതും ജീവൻ നഷ്ടപ്പെടുക എന്നത് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ, കാട്ടാന ആക്രമണത്തിൽ, കടുവയുടെ ആക്രമണത്തിലൊക്കെ ജീവൻ നഷ്ടപ്പെടുക എന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കും. അതാകട്ടെ ഭീകരമായ ഒരു മരണത്തിനും പല സ്വഭാവമുണ്ടല്ലോ. ഇന്നലെ കടുവയൊക്കെ ആക്രമിച്ച് ഒരാൾ മരണപ്പെടുക എന്നത് എത്ര ഭീകരമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇടപെടലുകളാണല്ലോ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നത്. അവർക്ക് ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണോ ഉള്ളത്? ഇപ്പോൾ തന്നെ ഈ ആന ജനവാസ മേഖലയിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ വെച്ച് പിടികൂടുക എന്നതൊക്കെ പ്രയാസകരമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസാദ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അഭിലാഷ്, ഇതിനകത്ത് ഇപ്പോൾ ഈ കാട്ടാന കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനംവകുപ്പിന്റെ പെട്രോളിംഗ്, RRT ടീമിന്റെ പെട്രോളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇത് കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി ആയിട്ടുള്ളത്. ഇന്നലെ രാവിലെ അവിടെ ആ പ്രദേശവാസിയായ ഒരാൾ പാല് സൊസൈറ്റിയിലേക്ക് പോകുന്നതിനിടയിലാണ് ആനയുടെ മുമ്പിൽ പെട്ടത്. അവർ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ പല ആളുകൾക്കും അവരുടെ അനുഭവങ്ങൾ, ധോണിയിലുള്ള ആളുകൾക്ക് അവരുടെ അനുഭവങ്ങൾ പറയാനുണ്ട്. അത് രാത്രിയാണെങ്കിലും രാവിലെയാണെങ്കിലും എല്ലാം തന്നെ പുറത്തിറങ്ങുന്നതിന് വലിയ തോതിൽ പേടിക്കുന്നു. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ ജനവാസ മേഖലയാണ് ധോണി എന്നുള്ളത്. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂട് നിർമ്മാണമായിരുന്നു ഇതിൽ ഇപ്പോൾ വൈകിക്കൊണ്ടിരുന്നത്. നേരത്തെ വയനാട്ടിൽ കൂട് സ്ഥാപിച്ച് അങ്ങോട്ട് പിടികൂടുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൂട് നിർമ്മിച്ചത്. അവിടെ നേരത്തെ തന്നെ കൂട് നിർമ്മാണം പൂർത്തിയാകുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഇവിടെ നിന്നും ആനയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ 200 കിലോമീറ്ററോളം ദൂരം
കാട്ടാനയെ മയക്കുവെടിച്ച് കൊണ്ടുപോകുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ധോണിയിൽ കൂട് സ്ഥാപിച്ച് പിടികൂടാനുള്ള നടപടി ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കൂട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വനം വകുപ്പ് എത്രയും വേഗം ആനയെ പിടിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ അതിനായി ചുമതലപ്പെടുത്തി വേഗത്തിൽ ആനയെ പിടികൂടണം എന്ന് തന്നെയാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. എന്തായാലും നാട്ടുകാരുടെ ആശങ്കകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആശങ്കകൾ പരിഹരിക്കാൻ ഒരുപക്ഷെ 2 ദിവസം 3 ദിവസമൊക്കെ സമയം കൂടി എടുക്കും എന്നാണ് ഇപ്പോൾ പ്രസാദ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും ജാഗ്രത പുലർത്തുക. പുറത്തിറങ്ങുമ്പോൾ അടക്കം, കുട്ടികളെ പുറത്തു വിടുമ്പോഴൊക്കെ അടക്കം. വയനാട്ടിലൊക്കെ അത്തരം നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ സ്കൂളുകൾക്ക് അവധിയാണ് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും പ്രദേശവാസികൾ കൃത്യമായി ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കാടിറങ്ങുന്ന വന്യതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. വയനാടും പാലക്കാട്ടെയും കടുവാക്രമണമായാലും ആനയാക്രമണമായാലും നമ്മൾ പ്രേക്ഷകരുമായി എത്തിച്ചു.